മനസ്സ് നിറയെ കവിതയും കവിത നിറയെ മലയാള കവിതയുടെ പാരമ്പര്യത്തിന്റെ ഈണവും താളവും ചൊൽവഴക്കവുമുള്ള ചെറുപ്പക്കാരനായ ഒരു കവി. അയാൾ സ്വന്തം കവിത ചൊല്ലുമ്പോൾ കേൾക്കുന്നവരുടെ മനസ്സിലേക്ക് ആ കവിത എളുപ്പത്തിൽ കയറുന്നു. എന്നാൽ കേവലമായ ഗാന കവിതയല്ല. അയാൾ ചൊല്ലിക്കഴിഞ്ഞ അയാളുടെ കവിതാ പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു. ചൊല്ലിയപ്പോൾ കേൾക്കാതിരുന്ന അനുഭവലോകങ്ങളും അക്ഷരങ്ങളും പതുക്കെ പതുക്കെ തെളിയുന്നു. ആലപ്പുഴ ചെങ്ങന്നൂരിലെ അച്ചാങ്കര പാലം ആ കവിയുടെ കവിതയിലൂടെ ശ്രദ്ധ നേടുന്നു. കുറ്റിപ്പുറം പാലം എന്ന കവിത എഴുതിക്കൊണ്ട് മഹാകവി ഇടശ്ശേരി സ്വന്തം നാട്ടിലെ ഒരു പാലത്തെ ലോക കവിതയുടെ പാലമാക്കിയതുപോലെ ഇവിടെ ഈ കവി ഇനിയുള്ള നാളുകളിൽ കവിതയുടെ പുതിയ പാലവും പുതിയ ലോകവും തീർക്കുമോ? കവിയുടെ പേര് ദുർഗാപ്രസാദ്. ചെറുപ്പക്കാരൻ. ഒരൊറ്റ കവിതാ പുസ്തകം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിന് കവിതയ്ക്കുള്ള വൈലോപ്പിള്ളി പുരസ്കാരവും കവിതയ്ക്കുള്ള ONV പുരസ്കാരവും അടക്കം ലഭിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ദുർഗാപ്രസാദും ദുർഗയുടെ കവിതാ പുസ്തകമായ രാത്രിയിൽ അച്ചാങ്കരയുമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ തത്സമയമുള്ളത്. ദുർഗാപ്രസാദ്, സ്വാഗതം. രാത്രിയിൽ അച്ചാങ്കര എന്ന ഈ ശീർഷകം കേൾക്കുമ്പോൾ ഇതുവരെയും ദുർഗാപ്രസാദ് എന്ന കവിയെക്കുറിച്ച് കേൾക്കാത്തവരെ സംബന്ധിച്ചിട്ടും ഇതുവരെയും ഈ പുസ്തകത്തെക്കുറിച്ച് കേൾക്കാത്തവരെ സംബന്ധിച്ചിട്ടും ദുരൂഹമാണല്ലോ ഈ പേര് എന്നുള്ള ചിന്ത ഒരു പക്ഷേ ആദ്യം വന്നേക്കാം. എന്താണ് കവി എന്നുള്ള നിലയിൽ ദുർഗാപ്രസാദിന് സ്വന്തം പുസ്തകത്തിൻ്റെ ആദ്യ സമാഹാരമായ കവിതാ പുസ്തകത്തിൻ്റെ ഈ ശീർഷകം മാത്രം കാണുന്ന ഒരു വായനക്കാരിയോട് പറയാനുള്ളത്? ഒരുപാട് പേര് ഈ പുസ്തകം 2023 പുറത്തിറങ്ങുന്നത്. അപ്പോൾ തന്നെ ഒരുപാട് പേര് ഈ പേരെന്താണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് പുസ്തകം വാങ്ങിയവരുണ്ട്. ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സഞ്ചറിൽ ചോദിച്ചിരുന്നു എന്താണ് ഈ അച്ചാങ്കര. അതേപോലെ ഫേസ്ബുക്കിലും അടുത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിന് പോയപ്പോൾ അവിടെ ഒരു പുസ്തകം വായിച്ചിട്ടുള്ള ഒരാള് ഇങ്ങനെ പറഞ്ഞു, ആദ്യം ഈ പുസ്തകത്തിന്റെ പേര് കണ്ടിട്ടാണ് ഇത് വാങ്ങിയത്, എന്താണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹമുണ്ട്. ഈ അച്ചാങ്കര എന്ന് പറഞ്ഞാല് എൻ്റെ ചെങ്ങന്നൂരാണ് എൻ്റെ സ്വദേശം. അവിടുത്തെ ഞങ്ങളുടെ ബുധനൂർ എന്ന് പറയുന്ന ദേശത്തെ മറ്റൊരു നാടുമായിട്ട്, കടമ്പൂർ എന്ന് പറയുന്ന ദേശത്തെ ബുധനൂരുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. അപ്പൊ ആ പാലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് എഴുതിയ ഒരു കവിതയാണ് ഈ രാത്രിയിൽ അച്ചാങ്കര എന്ന് പറയുന്ന കവിത. അത് ഈ പുസ്തകത്തിലെ ആദ്യ കവിത അതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ പുസ്തകത്തിന്റെ ശീർഷകവും അങ്ങനെ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചതാണ്. രാത്രിയിൽ അച്ചാങ്കര എന്ന ആ കവിത ഒന്ന് ചൊല്ലിക്കൊണ്ട് നമുക്ക് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വായനക്കാർക്ക്, ഒപ്പം തന്നെ ദുർഗാപ്രസാദിനെ ആദ്യമായിട്ട് കാണുന്ന ഒരു വായനാശീലം ഇല്ലാത്തവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വായനാശീലം ഉണ്ടെങ്കിലും ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ദുർഗാപ്രസാദിനെ അറിയാൻ കഴിയാത്തവരെ സംബന്ധിച്ചും ഒക്കെ ദുർഗാപ്രസാദിലേക്ക് എളുപ്പത്തിലുള്ള ഒരു പ്രവേശനം ലഭിക്കും. ഈ കവിത ഒരു പക്ഷേ ചൊല്ലാൻ കഴിയുന്നതാണ് എങ്കിൽ ഈ നിമിഷം. പിന്നെന്താ ചൊല്ലാം. രാത്രിയിൽ അച്ചാങ്കര. രാത്രിയിലച്ചാങ്കരഭീതിതം, രാത്രിയിലച്ചാങ്കരഭീതിതം, നടക്കുമ്പോൾ മാത്രകൾ യുഗങ്ങളായി തോന്നിടും, ഇരുട്ടത്ത് നേർത്ത രൂപങ്ങൾ മുന്നിൽ തെളിയും, പാലപ്പൂവിൽ കാറ്റു വീശുമ്പോൾ മതിമറക്കും മാർഗം നമ്മൾ. രാത്രിയിലച്ചാങ്കര പണ്ടു ചത്തൊരാളിന്റെ താവളം, നേരിൽ കണ്ടോരാരുമില്ലെന്നാകിലും രാത്രിയിൽ അയാൾ വരും, പാലത്തിനോരം ചേർന്നു യാത്രികർക്കെല്ലാം ഭയം വിതയ്ക്കാൻ നിലകൊള്ളും. രാത്രിയിലച്ചാങ്കര വഴി പോകല്ലെന്നെങ്ങോ കേട്ട വാക്കുകൾ നഖമിറക്കും നെഞ്ചിൽ, നിഴൽ നോക്കിയാൽ പോലും അയാൾ വന്നു നിൽപ്പതായി തോന്നും, വാക്കുകൾ തൊണ്ടക്കുഴിക്കുള്ളിലായൊളിച്ചിടും. രാത്രിയിലച്ചാങ്കര പാലത്തിനടിയിലെ തൊട്ടിൽ നിന്നൊരാൺ ശബ്ദം വിളിക്കും, നോക്കിപ്പോയാൽ അപ്പോഴേ കയത്തിലെ കുന്തിടും, കാലിൽ ചുറ്റി സത്വരമാഴങ്ങളിൽ കൊണ്ടുപോയൊളിപ്പിക്കും.
രാത്രിയിലച്ചാങ്കര നേർത്ത നൂൽപ്പാലം പോലെ യാത്രികർ നടക്കുമ്പോൾ തന്ത്രിയിൽ നിന്നും പേടിപ്പെടുത്തും രാഗം ഓരോ ചുവടുവെക്കുമ്പോഴും. രാത്രിയിലച്ചാങ്കര വെളിച്ചം വന്നു ദീർഘഗാത്രനാം പോസ്റ്റിൽ പുതുപുഞ്ചിരി എന്നാകിലും അപ്പാലം കടക്കുമ്പോൾ മൃതിയെ കടന്ന പോലത്ഭുതം എന്നും രാത്രി സഞ്ചരിപ്പവർക്കെല്ലാം. നന്ദി. അച്ചാങ്കര എന്ന ഈ പാലം മാത്രമല്ല, ദുർഗാപ്രസാദിൻ്റെ ഈ ആദ്യ കവിതാ സമാഹാരത്തിലെ മിക്കവാറും എല്ലാ കവിതകളിലും ദുർഗാപ്രസാദ് ജനിച്ച് ജീവിച്ച് വളർന്ന് പുലർന്നുകൊണ്ടിരിക്കുന്ന സ്വന്തം നാട്, അതിൻ്റെ മണ്ണ്, അതിൻ്റെ ഭൂപ്രകൃതി, ജീവജാലങ്ങൾ, ഏറ്റവും സൂക്ഷ്മ ജീവികൾ എന്നിവയൊക്കെ പലതരത്തിൽ ഈ കവിതകളിൽ നിറയുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ള കവയത്രിയായിട്ടുള്ള അമ്മു ദീപ സംഘകാല കവിതകളെ ചേർത്ത് വെച്ചുകൊണ്ടൊക്കെ നിലം, മണ്ണ്, ഭൂമി, മനുഷ്യർ, പെണ്ണ്, കൃഷിയിടങ്ങൾ ഇവയൊക്കെ ചേരുന്ന രീതിയിലുള്ള അതിനെ കവിതയുടെ മായികമായിട്ടുള്ള ലോകത്തേക്ക് കൊണ്ടുവന്ന് സൂക്ഷ്മമായും ധ്വന്യാത്മകമായിട്ടും ആവിഷ്കരിക്കാനുള്ള ദുർഗാപ്രസാദിൻ്റെ കൗതുകങ്ങളെയും ആ കൗതുകങ്ങൾ കേവല കൗതുകങ്ങളായിട്ട് മാറാതെ അത് കവിതയുടെ പടർപ്പുകളായിട്ടും പൊടിപ്പുകളായിട്ടും വികസിച്ച് പരിലസിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് സ്വന്തം ഗ്രാമം, സ്വന്തം നാട്, സ്വന്തം ഭൂപ്രദേശം കവിതയിൽ ഇടപെട്ടിട്ടുള്ളത്? ഞാനൊരു കർഷകന്റെ മകനാണ്. അപ്പോ ചെറുപ്പം മുതലേ അച്ഛന്റെ കൂടെ ഇങ്ങനെ നാട്ടിലെ എല്ലാ ഭാഗങ്ങളും അങ്ങനെ ഒരുപാട് നാടിനെ അതിന്റെ എല്ലാ സമയത്തും കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ പോലെ ഇപ്പോ നമ്മുടെ ബുധനൂരൊന്നും കൃഷിയില്ല. പണ്ട് കാലത്ത് കൃഷി ഉണ്ടായിരുന്ന ഒരു കാലത്ത് കൃത്യമായിട്ട് എല്ലാ സമയത്തും നാട്ടിലൂടെ ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. അപ്പോ അവിടെ പലയിടത്ത് നിന്ന് നമുക്ക് കിട്ടിയ കവിതകളാണ്. പിന്നെ ബുധനൂരല്ലാതെ തന്നെ ഞാനിപ്പോ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളും ബാംഗ്ലൂരിലെ ചില പ്രദേശങ്ങളും കോയമ്പത്തൂരിലെ സ്ഥലങ്ങളും ഒക്കെ കവിതയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിരന്തരം ഇടപെടുന്ന ആ ഒരു സ്ഥലവും കാലവും ആ കവിതയിലേക്ക് നമ്മൾ അറിയാതെ തന്നെ വരുന്നു. അതൊരു അബോധ അങ്ങനെ എന്താണ് പൂർണ്ണമായ ബോധത്തിൽ വരുന്നതാണെന്ന് തോന്നുന്നില്ല. കവിത അവിടെ വെളിവാകുകയാണ് ഓരോ സ്ഥലത്തും. അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ദുർഗാപ്രസാദിനെ സംബന്ധിച്ചിട്ട് ചെറിയ പ്രായമാണ്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കവിതയുടെ പുതുമയും കവിതയുടെ ഒരു നവീനതയും ആധുനികതയും അതിൻ്റെ ഉത്തരാധുനികതയും അതിന് ശേഷമുള്ള കവിതയുടെ പ്രവണതാ രീതികളുമൊക്കെ എന്ന് പറയുന്നത് പാരമ്പര്യത്തിൽ എഴുതുന്ന, ഈണത്തിൽ എഴുതുന്ന, താളത്തിൽ എഴുതുന്ന, വൃത്തത്തിൽ അല്ലെങ്കിൽ ഛന്ദസ്സിൽ എഴുതുന്ന പാരമ്പര്യത്തിൻ്റെ രീതികളെ അതിലംഘിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ ഇക്കാലത്തെ മനുഷ്യർ ഏത് രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് പരസ്പരം ആശയവിനിമയം നടത്തുന്നുവോ അതേ രീതിയിലുള്ള സംഭാഷണങ്ങൾ ഗദ്യത്തിൻ്റെ രൂപത്തിൽ തന്നെ ആണ് കവിത വേണ്ടത്. അതിൻ്റെ തന്നെ പരീക്ഷണങ്ങളുടെ വലിയ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ വൃത്തത്തിലും താളത്തിലും ഛന്ദസ്സിലുമൊക്കെ കവിത എഴുതുന്ന വ്യക്തികളെ അപരിഷ്കൃതർ എന്നോ കവിതയുടെ ഒരു ജീർണിച്ച ഫ്യൂഡലിസത്തിൻ്റെ വക്താക്കൾ എന്നോ ഒക്കെ പരിഹസിക്കുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയുമുണ്ട്. അതിൽ കുറേയൊക്കെ ശരിയുമുണ്ട്, കുറേയൊക്കെ തെറ്റുമുണ്ട്. ഞാനതിലെ ശരിതെറ്റുകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഇതാണ് എൻ്റെ വഴി എന്ന് തീരുമാനിക്കാൻ ഇടയാക്കിയ പ്രേരണകൾ എന്തൊക്കെയാണ് ദുർഗാപ്രസാദിനെ സംബന്ധിച്ചിട്ട്? ഞാൻ ചെറുപ്പകാലത്ത് കവിത ചൊല്ലുന്ന ഒരാളായിരുന്നു. സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വീണപൂവ്, അതേപോലെ ആശാന്റെ ഒട്ടുമിക്ക പദ്യകൃതികളും അങ്ങനെയൊക്കെ പല വേദികളിൽ ചൊല്ലി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പക്ഷെ ഒരിക്കലും എന്താണ് ഒരു പദ്യകവിതയുടെ അതാണ് മികച്ച കവിതയുടെ വഴി എന്ന് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. പദ്യവും ഗദ്യവും ഇതിലെ ഒരു വൈവിധ്യത്തെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ എനിക്ക് ഈ ഒരു പദ്യത്തില് ഈ ഒരു താളത്തില് അല്ലെങ്കിൽ കൃത്യമായി ഒരു താളത്തിൽ എഴുതാൻ പറ്റുന്നത് അത് ഒരു നിർബന്ധ ബുദ്ധിയോടെ ഇങ്ങനെ കരുതിക്കൂട്ടി ഒരിക്കലും എഴുതുന്നതല്ല. ഒരു കവിത ചിലപ്പോൾ ഒരു താളത്തിലായിരിക്കും വരുന്നത്. ചിലപ്പോൾ അപൂർവമായിട്ട് ഗദ്യ കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും കൂടുതലും എൻ്റെ കവിതകൾ പദ്യത്തിലാണ് വന്നിട്ടുള്ളത്. അത് ഈ ഒരു താളത്തോടുള്ള ഒരു സ്നേഹം കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അതിലൂടെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നുള്ള ആ ഒരു കൈവഴിയാണ്
എനിക്ക് അഭികാമ്യമെന്ന് തോന്നിയിട്ടുള്ളത്. അപ്പൊ ചിലപ്പോ ഇനി ഭാവിയിൽ കൂടുതൽ ഗദ്യ കവിതകൾ എഴുതി കുറച്ച് പദ്യ കവിതകളിലേക്ക് മാറാം. അപ്പോ പക്ഷേ ഇപ്പോ നിലവില് അനായാസമായിട്ട് കവിത അതിന്റെ ആ ഒരു ഫ്ലോ കൃത്യമായി കിട്ടുന്നത് എനിക്ക് ഈ ഒരു പദ്യത്തിലാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതിൽ തുടരുന്നത്. പിന്നെ എല്ലാ വൈവിധ്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരേ ഒരു ഇത് കല മാത്രമാണ്. അപ്പോ അതില് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഈ ഒരു പിന്നെ കവിതയുടെ മാത്രം ഒരു സാധ്യതയാണ് ഈ താളം എന്നുള്ളത്. ബാക്കി സാഹിത്യത്തിലെ ഒരു രൂപങ്ങൾക്കും നോവലായാലും ചെറുകഥയായാലും അതൊന്നും നമുക്ക് താളത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കവിതയ്ക്ക് മാത്രമുള്ള ഈ ഒരു സാധ്യതയെ നമ്മൾ ഉപയോഗിക്കുന്നതിന് എന്തിനാണ് ആളുകൾ ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. ബനീഷേട്ടൻ പറഞ്ഞതുപോലെ ഇതിനും രണ്ടു പക്ഷമുണ്ട്. ഇപ്പോഴും ആ ഒരു പഴയ ഭാഷയിൽ കവിത വളരെ കുറവായുള്ള പദ്യം രചിക്കുന്നതിനോടുള്ള വിദ്വേഷമായിരിക്കാം ചിലപ്പോൾ അത്. ദുർഗാപ്രസാദിന്റെ കവിതകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പല കവിതകളിൽ ഒന്ന് എന്ന് പറയുന്നത് അതിൻ്റെ സൂക്ഷ്മ സ്വഭാവം കൊണ്ടും പെട്ടെന്നുള്ള ഒരു കൗതുകത്തെ കേവല കൗതുകമാക്കാതെ അത് വലിയ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കവിതയാണ് വെള്ളത്തിലാശാൻ എന്ന കവിത. വെള്ളത്തിലാശാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ കവിത വായിക്കാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് നമ്മൾ എഴുത്തിനൊക്കെ ഇരുത്തുക, അല്ലെങ്കിൽ പൂഴിയിൽ വിരൽ കൊണ്ട് എഴുതുക, അല്ലെങ്കിൽ അരിയിൽ എഴുതുക എന്നൊക്കെ പറയുന്നത് പോലെ വെള്ളത്തിൽ നമ്മൾ വിരൽ കൊണ്ട് എഴുതുന്നു, വെള്ളത്തിലാശാൻ എന്നൊക്കെയുള്ള ഒരു ഊഹാപോഹങ്ങളാണ് ആ കവിതയെക്കുറിച്ച് നമ്മളുടെ മനസ്സിൽ വരിക. ആ പുസ്തകം എടുത്ത് ആ കവിത വായിച്ച് ആ കവിതയിലൂടെ പോകുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വെള്ളത്തിലാശാൻ എന്ന് പറയുന്നത് ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പലയിടങ്ങളിലും ഈ വെള്ളത്തിൽ കുളങ്ങളിലും മറ്റുമൊക്കെ വെള്ളത്തിൻ്റെ മേൽപ്പരപ്പിൽ ഒരു പക്ഷേ ആമ്പലിലകളുടെയൊക്കെ ഇടയിലുള്ള ജലത്തിൻ്റെ ആ ഒരു സുതാര്യതയിൽ അതിലൂടെ തെന്നി ചെറിയ ഓളമുണ്ടാക്കി പോകുന്ന ഒരു തരം പ്രത്യേകതരം ഒരു പ്രാണി കുലത്തിൻ്റെ പേരാണ് വെള്ളത്തിലാശാൻ എന്ന് പറയുന്നത്. ആ വെള്ളത്തിലാശാൻ എന്ന് പറയുന്ന പ്രാണിയെ കുമാരനാശാനിലേക്കും വീണപൂവിലേക്കും ഒക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട് ആ കവിത. ആ കുളത്തിൻ്റെ അല്ലെങ്കിൽ ആ നദീജലത്തിൻ്റെ ആ തടാകജലത്തിൻ്റെ മുകളിലുള്ള മരത്തിൻ്റെ ചില്ലയിലെ പൂക്കൾ, ആ പൂക്കളുടെ പ്രതിഫലനം കുളത്തിൻ്റെ ദർപ്പണത്തിൽ കാണുമ്പോൾ അതിൽ നിന്ന് പൂക്കളിലേക്ക് വീണപൂവിലേക്ക് ഈ വെള്ളത്തിലാശാൻ എന്ന് പറയുന്ന ജീവിയുടെ സഞ്ചാരങ്ങളിലേക്കൊക്കെ പോയിട്ട് ആ കവിത അവിടെ നിന്ന് മറ്റൊരു തലത്തിലേക്ക് മാറുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ സമയത്ത് ഈ കവിത വായിക്കാൻ കഴിഞ്ഞാൽ അത് ഒന്നും കൂടി നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത്. ആ കവിത കയ്യിലുണ്ടോ? പേജുകൾ മറിക്കാനുള്ള ഒരു സാവകാശമുണ്ടോ? കയ്യിലുണ്ട്. വെള്ളത്തിലാശാൻ. നിശ്ചലം ജലം കാണാനാകുന്നുണ്ടെന്നെ തന്നെ വട്ടത്തിൽ, വേലിക്കൊന്ന ചില്ലയും മേഘങ്ങളും തൊട്ടതായി തോന്നും 18 അരഞ്ഞാണം താഴെ. നിശ്ചലം ജലം കാണാനാകുന്നുണ്ടെന്നെ തന്നെ വട്ടത്തിൽ, വേലിക്കൊന്ന ചില്ലയും മേഘങ്ങളും തൊട്ടതായി തോന്നും 18 അരഞ്ഞാണം താഴെ. ദൃശ്യങ്ങളോളങ്ങളാൽ തുടച്ച് തെന്നി വൃത്തത്തിലെഴുതുന്നു വെള്ളത്തിന്മീതേ ആശാൻ. ആഴത്തെ ഭയമുള്ളതാവണം പരപ്പിലൂടാണതിൻ കളി, പണ്ടു സംഭവിച്ചതോർത്താവാം. ആഴത്തെ ഭയമുള്ളതാവണം പരപ്പിലൂടാണതിൻ കളി, പണ്ടു സംഭവിച്ചതോർത്താവാം. തൊട്ടിതാങ്ങുവാൻ നാട്ടി നിർത്തിയ വേലിക്കൊന്ന തൂണുലഞ്ഞൊരു നീലപ്പൂവറ്റു പതിക്കുമ്പോൾ, വീണ പൂവിനു നേരെ പാളി വന്നോളത്തിന്മേലെഴുതി തുടങ്ങുന്നു വെള്ളത്തിലാശാൻ വീണ്ടും. തൊട്ടിതാങ്ങുവാൻ നാട്ടി നിർത്തിയ വേലിക്കൊന്ന തൂണുലഞ്ഞൊരു നീലപ്പൂവറ്റു പതിക്കുമ്പോൾ, വീണ പൂവിനു നേരെ പാളി വന്നോളത്തിന്മേലെഴുതി തുടങ്ങുന്നു വെള്ളത്തിലാശാൻ വീണ്ടും. ഇതാണ് വെള്ളത്തിലാശാൻ എന്ന കവിത.
ദുർഗാപ്രസാദ്, ഈ കവിത ഇങ്ങനെ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്ന രണ്ട് മൂന്ന് സംശയങ്ങൾ എന്ന് പറയുന്നത് ഈ കവിത എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ മുകളിൽ കയറി നിന്ന് ദുർഗാപ്രസാദിൻ്റെ മനസ്സിലേക്ക് കയറി എന്നിട്ടൊരു അധിക പ്രസംഗം നടത്തുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് വെള്ളത്തിലാശാൻ എന്നുള്ള ആ പ്രാണിയെക്കുറിച്ച്, ആ ജീവിയെക്കുറിച്ചുള്ള ചിന്തയിൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആശാൻ എന്നുള്ള വാക്കും കുമാരനാശാൻ എന്നുള്ള വാക്കും കൂടി ചേരുമ്പോൾ കവിതയിലേക്കുള്ള ആദ്യത്തെ ഒരു തീപ്പൊരി ചിതറൽ താങ്കളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവണം ഒരു പക്ഷേ. പക്ഷെ അങ്ങനെ അതുണ്ടായിട്ട് ആ രീതിയിൽ കവിത എഴുതി വരുമ്പോൾ പോലും കുമാരനാശാൻ്റെ റെഡീമർ ബോട്ട് ദുരന്തത്തെക്കുറിച്ച് എഴുതണമെന്ന് വിചാരമേ ഇല്ലാതെ ആഴത്തിനെ പേടിയുള്ള ഒന്നാണ് ഈ പ്രാണി എന്നുള്ള, അതുകൊണ്ടാണത് മുകളിൽ തെന്നി കളിക്കുന്നത് എന്നുള്ള വരി എഴുതിക്കഴിഞ്ഞ് അപ്രതീക്ഷിതമായിട്ട് വന്നതാണോ? പണ്ടത്തെ കാര്യം ഓർത്തതാവാം, ആ ദുരന്തത്തെ ഓർത്തതാവാം എന്നുള്ള വരി അത് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് എങ്കിൽ അതാണ് ഒരു പക്ഷേ ഒരു എഴുത്തുകാരിയുടെ എഴുത്തുകാരിയുടെ റൈറ്റിംഗ് ഓർഗാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഒരു രചനാമൂർച്ച എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെയാണോ സംഭവിച്ചത്? ഇത് സത്യത്തില് നമ്മുടെ വീട്ടിലെ കിണറ്റിൽ തന്നെ കണ്ട ഒരു ദൃശ്യമാണ്. വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ദൃശ്യം കാണുവാണ്. നമ്മുടെ അതിന് ഈ വെള്ളം കോരാൻ വേണ്ടി തൊട്ടി നാട്ടുന്ന 2 തൂണുകളുണ്ടല്ലോ. അത് അപ്പോ മിക്ക വീടുകളിലും ഇത് കുറെ ഇച്ചിരി നമ്മൾ നാട്ടിക്കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഇത് കിളിച്ചിട്ട് ഇതില് ശിഖരങ്ങളൊക്കെ ഉണ്ടാവും, അതില് പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ 2 തൂണുകൾക്ക് ഒരു ഉറപ്പും കൂടാണ്. അപ്പൊ അത് പിന്നെ മരം പോലെ ആയി മാറും. അപ്പോ ഈ വേലിക്കൊന്നയുടെ ഇതുകൊണ്ടാണ് പല വീടുകളിലും ഞാനിങ്ങനെ തൂണ് കണ്ടുള്ളത്. വേലിക്കൊന്ന, അതേപോലെയുള്ള മുരിക്ക്, ഇങ്ങനെയൊക്കെയുള്ള ചെടികളൊക്കെ വെച്ചിട്ടാണ്. അപ്പോ ഈ വേലിക്കൊന്നയുടെ ഒരു പൂവ് ഈ വെള്ളത്തിലേക്ക് വീണപ്പോൾ ഈ വെള്ളത്തിലാശാൻ എന്ന് പറയുന്ന ആ ഒരു പ്രാണി ജസ്റ്റ് ഒന്ന് പാളി വെള്ളത്തിന് മുകളിൽ. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഇത് കൊള്ളാലോ, അങ്ങനെ കരുതി നമ്മൾ മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു. കുറെ തവണ അത് എഴുതാൻ ശ്രമിച്ചു. അത് ഒരു 2 സ്റ്റാൻസയിലൊക്കെ നിന്നുപോയ ഒരു കവിതയാണ്. പിന്നീട് ഒരു 6-7 മാസത്തിന് ശേഷം അത് എഴുതി തുടങ്ങിയപ്പോ ഇപ്പോ മാഷ് പറഞ്ഞതുപോലെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള അതിന്റെ ഒരു രൂപത്തില് ആ ഒരു ഉരുവപ്പെട്ടു വരികയായിരുന്നു പെട്ടെന്ന്. അത് അനായാസമായിട്ട് ഒരു സ്വയംഭൂ എന്നൊക്കെ പറയുന്ന പോലെ തനിയെ ഓൾറെഡി അത് ഉണ്ട്, നമ്മളത് എഴുതുക മാത്രം ചെയ്തു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണ് സംഭവിച്ചത്. ആദ്യം ജസ്റ്റ് ഒരു ദൃശ്യം മാത്രമായിരുന്നു. അതിൽ നിന്ന് പിന്നെ കുറെ കാര്യങ്ങൾ എഴുതുമ്പോൾ തനിയെ വന്നതാണ്. അപ്പോ മൊത്തത്തിൽ അതിനൊരു ഭംഗിയായി അത്. ദുർഗാപ്രസാദിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് ദുർഗാപ്രസാദിൻ്റെ നീണ്ട മുടി, നീണ്ട താടി, സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ശരീരഭാഷ ഒക്കെ പലരെ സംബന്ധിച്ചിട്ടും അസൂയ ഉണ്ടാക്കുന്നതായിരിക്കും. ഇക്കാലം എന്ന് പറയുന്നത് കവിതയ്ക്കൊട്ടും ചേരുന്ന ഒരു കാലമല്ല. ഇക്കാലം കവികളെ ആവശ്യപ്പെടുന്നതേ ഇല്ല എന്നൊരു പക്ഷേ ഈ കാലത്തിൻ്റെ തിരക്ക് പിടിച്ച റീലുകളുടെ ഈ ജീവിതഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും അങ്ങനെ തോന്നിപ്പിക്കുകയും ചെയ്യും. അത്രമേൽ കവിതാരഹിതമായ ഒരു ലോകത്ത് എങ്ങനെ ഒരു കവിയായി ജീവിക്കാനും തുടരാനും സാധിക്കുന്നു ദുർഗാപ്രസാദിന്? സമകാലിക ഇന്ത്യൻ സാഹചര്യം കവികൾക്കും കലാകാരന്മാർക്കും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമല്ല. പക്ഷേ കുറച്ച് കവിതാ സ്നേഹികളായിട്ടുള്ള വായനക്കാര് അല്ലെങ്കിൽ അങ്ങനെ കലാസ്നേഹികളായിട്ടുള്ള കുറച്ച് ആളുകളുടെ പ്രചോദനം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ തുടരാൻ സാധിക്കുന്നത്. പിന്നെ കവിതയോളം സ്വാതന്ത്ര്യം തരുന്ന ഒരു രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. കവിത ഒരു രാജ്യമാണെങ്കിൽ ഓരോ മനുഷ്യനും പരമാധികാരം കൊടുത്തിട്ടുള്ള ഒരു സ്വതന്ത്ര രാജ്യമാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അത് മനോരാജ്യമായിരിക്കും. അവിടെ ജീവിക്കാനാണ് കുറച്ചുകൂടെ നിലവിലെ ഈ രാജ്യത്തിന്റെ സ്ഥിതി വെച്ച് നമ്മള് അങ്ങനെ ഒരു രാജ്യത്ത് ജീവിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് തോന്നുന്നത്. ദുർഗാപ്രസാദിൻ്റെ കവിതകൾ വായിച്ചതിന് ശേഷം, ഗാഠമായിട്ട് വായിച്ചതിന് ശേഷം ആ വായനാനുഭവത്തെക്കുറിച്ച് ദുർഗാപ്രസാദിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പിന്നീട് കാണുമ്പോൾ സംസാരിക്കുന്നവരോ അതിൽ നിന്ന് കിട്ടുന്നൊരു അനുഭവവും അനുഭൂതിയും, അതേപോലെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ, സാഹിത്യോത്സവങ്ങളിലൊക്കെ ചിലതിൽ ക്ഷണിക്കപ്പെടുകയും ഇനി അതല്ലാത്തവയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി എന്നുള്ളതിൽ അവിടെ ചെന്ന് ആൾക്കൂട്ടങ്ങൾക്ക് മുമ്പിൽ നിന്ന് കവിത ചൊല്ലുമ്പോൾ അതിനുശേഷം ലഭിക്കുന്ന പ്രതികരണങ്ങളും തമ്മിൽ ഏത് രീതിയിലാണ് 2 പ്രതികരണങ്ങളെ കാണുന്നത്? രണ്ടിനെയും ഞാൻ കാര്യമായി എടുക്കാറുണ്ട്. ഒന്ന് ചിലപ്പോൾ വായിച്ചിട്ട് നമുക്ക് മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ
നേരിൽ കാണുമ്പോഴോ പറയുന്ന ആളുകളുണ്ട്. അതല്ലാതെ നമ്മുടെ കവിതയുടെ ചൊല്ലലിനെ മാത്രം ഇഷ്ടപ്പെടുന്ന മറ്റൊരു വിഭാഗം ആളുകളുമുണ്ട്. ഇത് രണ്ടുപേരും കവിതയ്ക്ക് നമ്മളെ കവിതയിൽ മുന്നോട്ട് പോകാനായിട്ട് പ്രചോദിപ്പിക്കുന്നവർ തന്നെയാണ്. അപ്പോ ചില ആളുകള് അത് അവതരിപ്പിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട്. അതല്ലാതെ മൗനമായിട്ടുള്ള വായനയിലും. എനിക്ക് കൂടുതലും വിമർശനങ്ങൾ വന്നിട്ടുള്ളത് ഈ ഒരു കവിത അവതരിപ്പിക്കുമ്പോൾ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് കവിത എത്തിക്കാനും ഈ ഒരു അവതരണത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അത് പല സമരവേദികളിലും മറ്റും ഇപ്പൊ CS രാജേഷ് അതേപോലുള്ള കവികളോടൊപ്പമൊക്കെ സമരവേദികളിൽ നമ്മൾ കവിത അവതരിപ്പിക്കുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് നമ്മളോട് ഈ ഒരു എന്താണ് പ്രസ്തുത പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മളോട് പറയും നിങ്ങളുടെ ആ കവിത എന്താണ് ചൊല്ലാഞ്ഞത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മുടെ മുമ്പ് ഈ കവിത കേട്ടിട്ട് അത് മനസ്സിൽ ഓർത്ത് വെച്ചിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവർ വളരെ വലിയൊരു സന്തോഷം നമുക്ക് തരുന്നവരാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് ഒരു താളത്തോടു കൂടിയും ഒരു ഛന്ദസ്സിൻ്റെ ഈണഭംഗിയോടും കൂടി ആദ്യത്തെ വരി വരുന്നു, സ്വാഭാവികമായിട്ടും അടുത്ത വരി അങ്ങനെ വരുന്നു, ആ കവിത അങ്ങനെ പൂർണ്ണമാവുന്നു എന്നല്ലാതെ അത്രമേൽ പരുക്കനായി, അത്രമേൽ ഈണമില്ലാതെ, അത്രമേൽ ഘർഷണത്തോടുകൂടി കടുപ്പത്തോടുകൂടി സംസാര രീതിയിൽ ആദ്യത്തെ ഒരു വരി വരികയും അങ്ങനെ പോവുകയും ചെയ്തിട്ടുള്ള കവിത ഉണ്ടായിട്ടുണ്ടോ? അതോ അത്തരം കവിതകൾ വരാത്ത രീതിയിൽ ഈണത്തിൻ്റെ ഒന്ന് ദുർഗാപ്രസാദിൻ്റെ മനസ്സിനെ, കവിതാ മനസ്സിനെ കയറി ഭരിക്കുന്നുണ്ടോ? അതെ, അങ്ങനെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും ഈ ഒരു താളത്തിലെ ഈ രാത്രിയിൽ അച്ചാങ്കര എന്ന ഈ പുസ്തകത്തിന്റെ പേര് കണ്ടിട്ട് തന്നെ നമ്മുടെ രാമോഹൻ പാലിയത്ത് പറഞ്ഞു ഈ പേര് കേകയിലാണ്. അപ്പോ അതേപോലെ പല കവിതകളുടെ പേരുകൾ വരെ ഈ ഒരു താളത്തിലാണ് എന്തുകൊണ്ടോ വരാറുള്ളത്. അപ്പോ എന്റെ ഒരു കവിത നഗരം ഒരു ഗ്രാഫിക് ചിത്രീകരണം എന്ന് പറയുന്നൊരു കവിത മാധ്യമം ആഴ്ചപ്പതിപ്പില് പ്രസിദ്ധീകരിച്ച കവിതയാണ്. ആ കവിത ഒരാള് ഇങ്ങനെ അവതരിപ്പിച്ച് ഫേസ്ബുക്കിലോ മറ്റോ പോസ്റ്റ് ചെയ്തു. അപ്പോ അത് ഗദ്യ കവിതയായിട്ടാണ് അവതരിപ്പിച്ചത്. അത് സത്യത്തിൽ അത് കേകയുള്ള കവിതയാണ്. അപ്പോ പക്ഷെ അത് ആ ഒരു കൃത്യമായി സ്റ്റാൻസ തിരിച്ച് എഴുതാഞ്ഞത് കാരണം അദ്ദേഹം അത് ഗദ്യത്തിലാണെന്ന് കരുതി ഗദ്യത്തിൽ വായിച്ചു. പക്ഷെ അത് ഗദ്യത്തിലും പദ്യത്തിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കവിതയാണ്. അതല്ലാതെ കൂടുതലും എന്റെ കവിതകള് ഈ ഒരു താളത്തിന്റെ ആ ഒരു എന്താണ് അധികാരം അല്ലെങ്കിൽ അത് ഉള്ളിലിരുന്ന് എല്ലാത്തിനും നിയന്ത്രിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതെ ദുർഗാപ്രസാദ്, ഇനി നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ഒരു മിനിറ്റിനുള്ളിലോ മറ്റോ വായിച്ചു തീർക്കാവുന്ന ഒരു കൊച്ചു കവിത ഒന്ന് വായിക്കാമെങ്കിൽ നമുക്ക് അതിലൂടെ കടന്നുപോയിട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. മറ്റൊരാൾ ഉപേക്ഷിച്ച ചിന്ത വന്നെന്നിൽ കേറി, പിറ്റേന്നു മുതൽ അയാൾ നടന്ന വഴി കേറി. മറ്റൊരാൾ ഉപേക്ഷിച്ച ചിന്ത വന്നെന്നിൽ കേറി, പിറ്റേന്നു മുതൽ അയാൾ നടന്ന വഴി കേറി. ആദ്യത്തെ പിരിവിലായി സംശയം ഏതൻ വഴി, താടിക്കു കയ്യും താങ്ങി ചിന്തിച്ചു പലവട്ടം. മറ്റൊരാളുടെ വഴി നടന്നു തളർന്നിപ്പോൾ മറ്റൊരാളായി തീർന്നു മറന്നു മറ്റുള്ളവ. മറ്റൊരാളുടെ വഴി നടന്നു തളർന്നിപ്പോൾ മറ്റൊരാളായി തീർന്നു മറന്നു മറ്റുള്ളവ. എനിക്കു പിമ്പേ വന്നോൻ ഞാൻ മറന്നതാം വഴി നടപ്പുണ്ടയാൾ ഞാനായി മാറുന്നതിനിക്കാണാം. എനിക്കു പിമ്പേ വന്നോൻ ഞാൻ മറന്നതാം വഴി നടപ്പുണ്ട് അയാൾ ഞാനായി മാറുന്നതിനിക്കാണാം. ഇനിയുള്ള നാളുകളിൽ കവിതയുടെ വിചിത്രവും വ്യത്യസ്തവുമായിട്ടുള്ള ആഖ്യാന ഭൂപടങ്ങളുടെ പാലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വായനക്കാരെ ഇരുകരകളിലേക്കും കവിതാ ഭാവനയുടെ വിചിത്ര ലോകങ്ങളിലേക്കുമൊക്കെ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. രാത്രിയിൽ അച്ചാങ്കര എന്ന ഈ പുസ്തകം, ദുർഗാപ്രസാദിൻ്റെ ഈ കവിതാ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് DC ബുക്സ് ആണ്. 150 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. ഈ പുസ്തകം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് DC ബുക്സിനെ സമീപിക്കാവുന്നതാണ്. രാത്രിയിൽ അച്ചാങ്കര അതിൻ്റെ കവിതാ പാലത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കട്ടെ. ഇനിയുള്ള കവിതകളും ആ രീതിയിൽ ദുർഗാപ്രസാദിനെ സംബന്ധിച്ചിട്ട് കവിതയുടെ പലതരത്തിലുള്ള ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.